ഹലോ ഫ്രണ്ട്സ്, നിച്ചൂസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എപ്പോഴും വീട്ടിലുണ്ടാവുന്ന ചില ഐറ്റംസ് വെച്ചിട്ട് എങ്ങനെ ഒരു സിമ്പിൾ എഗ് ബിരിയാണി ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ഞാനല്ല, അമ്മയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഒരു കമൻറ്റ് ഇടുക. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. രണ്ട് കപ്പ് കൈമ റൈസ് കഴുകി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തത് ഇതുപോലെ എടുത്തു വെക്കുക. പിന്നെ മസാലയ്ക്ക് ആവശ്യമായത്രയും മുട്ട പുഴുങ്ങിയെടുക്കണം. 3-4 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞ് വെക്കണം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം. കഷ്ണങ്ങളാക്കിയ സവാള കുറച്ചു നേരം വെള്ളത്തിലിട്ട് അരിഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് നോ കണ്ണീർ നോ ടെൻഷൻ. എന്നിട്ട് 1 കപ്പ് റൈസിന് 1.5 കപ്പ് എന്ന അളവിൽ വെള്ളമെടുത്ത് വെക്കണം. ഇനി നമുക്ക് വേണ്ടത് 2-3 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത്, 1 പിടി മല്ലിയില അരിഞ്ഞത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക്, ലെമൺ എന്നിവയാണ്. പുതിനയില ഉണ്ടെങ്കിൽ അതും എടുത്തോളൂ കേട്ടോ. കുറച്ച് കാഷ്യൂനട്ട്, കിസ്മിസ്, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്യാദി സാധനങ്ങളും കൂടെ അധികം പുളിയില്ലാത്ത തൈരും കൂടി എടുത്ത് വെക്കുക. ഫ്രണ്ട്സ്, പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, കുറച്ച് നെയ്യ് എന്നിവയാണ്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മളുടെ ആവശ്യ സാധനങ്ങൾ. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന വിധം നോക്കാം. ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നെയ്യും വെളിച്ചെണ്ണയും ചേർത്ത് അതിൽ കുറച്ച് സവാള ഇട്ട് നല്ലോണം മുരിച്ചെടുക്കുക. ഫ്രണ്ട്സ്, ഇതാ കണ്ടില്ലേ, നമ്മുടെ സവാളക്കുട്ടൻ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതേ എണ്ണയിൽ തന്നെ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടി വറുത്തെടുക്കുക. വറുത്തെടുക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു കുക്കർ അടുപ്പത്ത് വെക്കണം കേട്ടോ. കുക്കറിൽ ആവശ്യത്തിന് നെയ്യൊഴിച്ച് അതിലേക്ക് നമ്മുടെ പട്ട, ഗ്രാമ്പു ഐറ്റംസൊക്കെ ഇട്ട് മൂപ്പരെ അങ്ങ് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് 1 പിടി സവാള കൂടി ചേർത്ത് വഴറ്റുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി കൂടി ചേർത്ത് കുറച്ചു നേരം നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ അളന്നെടുത്ത് വെച്ച വെള്ളവും കുറച്ച് ഉപ്പും കൂടി ചേർക്കുക. കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കുക്കർ അടച്ചു വെക്കാം. 1 വിസിൽ വന്നാൽ കുക്കർ നമുക്ക് ഓഫാക്കാം. നേരത്തെ സവാള വറുത്ത് വെച്ച എണ്ണയിൽ തന്നെ നമുക്കിനി മസാല തയ്യാറാക്കാം. ഇനി ബാക്കി വന്ന സവാള, തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക്, മല്ലിയില എല്ലാം കൂടിയിട്ട് നന്നായി വഴറ്റിയെടുത്ത് പൊടികളും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കാം. ഫ്രണ്ട്സ്, നിങ്ങളുടെ കയ്യിൽ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടോ കേട്ടോ. എന്തിനാ കുറക്കുന്നേ?
ഇനി അതിലേക്ക് കുറച്ച് തൈര് കൂടി ചേർത്ത് നന്നായി ഇളക്കണം. ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മളുടെ ചോറ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, ദം ബിരിയാണി ഉണ്ടാക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ വിശപ്പ് കാരണം അതിനൊന്നും പറ്റിയില്ല. നമ്മുടെ മസാലയും റൈസും കൂടി മിക്സ് ചെയ്ത് വറുത്ത് വെച്ച സവാള, മല്ലിയിലയൊക്കെ ചേർത്ത് കുറച്ച് നേരം ചെറുതീയിൽ വെച്ച് വേവിക്കാം. അങ്ങനെ അവസാനം റെഡിയായല്ലോ. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാനിതൊന്നെടുത്ത് കഴിക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടി, ഇത് ഞങ്ങളുടെ ചാനലിലെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോയാണ്. ഇനിയും ഞങ്ങൾ ഇതുപോലുള്ള വീഡിയോകൾ ഇടുന്നതായിരിക്കും. നിങ്ങളുടെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതുന്നു. എന്നാൽ പിന്നെ നമുക്ക് ഇവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.